അപ്പോൾ ആ പുള്ളി അത് ഡോറ് തുറന്നും കയറിപ്പോയി. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് വയ്ക്കുക, ആ ഡോറ് തുറക്കില്ല. കാരണം ടൈം ട്രാവലൊക്കെ ചെയ്തു വന്ന പോലെ ഉണ്ട് കേട്ടോ. ഈ ജർമ്മൻ ഏരിയയിലെ ഏറ്റവും ഓൾഡസ്റ്റും ഗ്രിഗോറിയൻ ചാൻസ് പാടും. ഒരു ലേഡി അകത്തോട്ട് കയറി പോകുന്നു. അപ്പോഴെങ്കിലും വലിയൊരു ഡോറ് തുറന്നപ്പോൾ പുള്ളി ഇരുട്ട്. അശ്വൻ, ഇവിടെ ഒരു ഇതുണ്ട്, വരുന്നില്ല. ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ ഇപ്പോൾ പോകുന്നത്, രാവിലെ ഇപ്പോൾ 5:45 കഴിഞ്ഞു. സമ്മർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സൺറൈസും ആവുമല്ലോ. അപ്പോൾ മഴ പെയ്ത് കിടക്കുകയാണോ എന്ന് സംശയമുണ്ട്. നമ്മൾ രാവിലെ പോകുന്നത്. അശ്വിൻ ഉറങ്ങുകയാണ്. എനിക്ക് ഉറക്കം വന്നില്ല എന്നല്ല, രാവിലെ ഒരു 4:30 ആയപ്പോൾ തന്നെ എണീറ്റു. നല്ല കിളികളുടെ ഒച്ച ഉണ്ടായിരുന്നു. 5:10 സൺറൈസ്. അതൊന്നും കാണാൻ പോയില്ല. ഇപ്പോൾ 5:45 6 മണിയാവുന്നു. അപ്പം നമ്മൾ നടന്നു പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു കോൺവെൻ്റ് ഉണ്ട്, നൺബർഗ് ആബി എന്നാണ് പറയുന്നത്. അത് ഈ ജർമ്മൻ ഏരിയയിലെ ഏറ്റവും ഓൾഡസ്റ്റും ലോങ് സ്റ്റാൻഡിങ് സ്റ്റിൽ എക്സിസ്റ്റിംഗ് ഒരു നണ്ണറിയാണ്. അവിടെ ഇപ്പോഴും നൺസ് ഉണ്ട്. അപ്പോൾ അവർ രാവിലെ 6:45 7 എങ്ങാണ്ടാവുമ്പോൾ ഗ്രിഗോറിയൻ ചാൻസ് പാടും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പോകുന്നത്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിങ്ങനെ വായിച്ചപ്പോൾ അതിൻ്റെ വഴി കൂടെ, അവരുടെ കോൺവെൻറ്റിൻ്റെ സൈഡിൽ കൂടെ പോയാൽ ഇത് കേൾക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് അറിയില്ല. അത് കയറാൻ പറ്റുമെന്നും എവിടെയും വായിച്ചു. എനിവേ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നടന്ന് ആദ്യം നമ്മൾ കണ്ട ഒരു ടണലുണ്ടല്ലോ, അതിൻ്റെ കൂടെ പോകണമെങ്കിൽ 17 മിനിറ്റ്സിനെത്തും. പക്ഷെ ആ ടണലിൽ കയറാനായിട്ട് എനിക്കത്ര ധൈര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചു ഓൾഡ് ടൗൺ വരെ വന്നിട്ട് എന്നിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. ഓൾഡ് ടൗൺ നമ്മൾ ഇന്നലെ രാത്രി നടന്ന സ്ഥലമാണേ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്നിടാം. കുറച്ച് ചുറ്റലാണെങ്കിലും എനിക്ക് ഇച്ചിരി സേഫ് ആയിട്ട് തോന്നിയത് ഇത്. എനിക്കറിയാത്ത വഴികളാണല്ലോ. പിന്നെ ഇത് കൂടാതെ സൗണ്ട് ഓഫ് മ്യൂസിക് മൂവി കണ്ടിട്ടുള്ളവർക്കറിയാം, അവിടെ മരിയ, നമ്മുടെ മെയിൻ ക്യാരക്ടർ മരിയ ആദ്യം ഒരു കോൺവെൻ്റാണ്. ഈ കോൺവെൻറ്റിൽ നിന്നാണ് ഗവർണറായിട്ട് സാൽസ്ബർഗിലോട്ട് ആ ഫാമിലിയുടെ അടുത്തോട്ട് വിടുന്നത്. അപ്പോൾ ഈ കോൺവെൻറ്റിൽ തന്നെയാണ് മരിയ ഈ മൂവിക്കകത്ത് ഉള്ളതായിട്ട് കാണിക്കുന്നത്. അപ്പം നമുക്ക് അതുകൊണ്ടൊരു കാര്യം ഇല്ല കേട്ടോ. ഇതുകൊണ്ടല്ലോ ഈ സ്ഥലമൊക്കെ ഒരു ആൾക്കാർ വന്ന് പറഞ്ഞ കടകളൊക്കെ തുറന്നു തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഈ ഭാഗം ഇതാണ് ഓൾഡ് ടൗൺ, ഇതാണ് സാൽസ്ബർഗിൻ്റെ ഓൾഡ് ടൗൺ. നോക്കി ഓരോ എല്ലാം പഴയ പോലെയാണ്. എന്നിട്ട് അതിനകത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ളതും അല്ലാതെയുള്ളതൊക്കെ ആയിട്ടുള്ള ഷോപ്സ്. നമ്മൾ ഇന്നലെ രാത്രി ഇതിലെ കൂടെ നടന്നിട്ടേ, ഇതുണ്ട് ഒരു കുടയുടെയും എൻ്റെ ബാഗ്സിൻ്റെ ഒക്കെ ഒരു കട. എന്ത് ക്യൂട്ടാണല്ലേ. കടയിലൊക്കെ ആൾക്കാർ കടകളൊക്കെ തുറക്കുന്നില്ല. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു കാഫേയിൽ ഒരു ലേഡി തുറക്കുന്നു. ഇതെന്ത് വേസ്റ്റ് കൊണ്ടിരുന്ന വണ്ടിയാണേ, വേസ്റ്റ് എടുക്കുന്ന വണ്ടിയാണ്. ഇപ്പം ഞാനൊരു കടയിൽ ഒരു ലേഡി എനിക്ക് കണ്ടിട്ട് കാഫേയിൽ വർക്ക് ചെയ്യുന്നവർ തോന്നുന്നു. പക്ഷേ ഇപ്പം സമയം 6 മണിയായിരുന്നു. 6 മണിക്ക് ഇവിടെ തുറക്കില്ല. യൂഷ്വലി യൂറോപ്പിൽ 6 മണിക്ക് തുറക്കില്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഇത് ക്ലീൻ ചെയ്യാൻ തോന്നും. പക്ഷേ ഇപ്പോഴൊന്നും തുറക്കുന്ന ലക്ഷണമില്ല. നമ്മൾ ലാസ്റ്റ് ടൈം യൂറോപ്പിൽ പോകുമ്പോൾ 10 മണി കഴിഞ്ഞിട്ടാണ് കാഫേസ് ഒക്കെ തുറന്നത്. പക്ഷേ ലേറ്റ് നൈറ്റ് ഉണ്ടാകും. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ എത്തുമ്പോഴത്തേക്കും ഇത് കഴിയുമെന്ന് അറിയില്ല. ഞായറാഴ്ചയാണ്, എവിടേക്കോ പോകാനുണ്ട്. ഞാൻ അത് നോക്കി. പക്ഷെ അത് 8 മണിക്കാണ് കുർബാന. ഈ കാണുന്നുണ്ട്. യൂഷ്വലി ഞാൻ എല്ലാ ഞായറാഴ്ചയും കുർബാന കാണുന്ന ഒരാളല്ല. പക്ഷെ തട്ടുമ്പോഴൊക്കെ എന്ത് കാണും. പക്ഷെ റെഗുലർ പോകും. പണ്ടൊക്കെ റെഗുലർ ആയിരുന്നു. ഹായ് നോക്കി, ഇതാണ് ഓൾഡ് ടൗൺ. അപ്പോൾ അതിൻ്റെ അവിടെയാണ് റിവർ. നമ്മൾ ഇന്നലെ പോയല്ലോ. അപ്പോൾ പക്ഷേ എനിക്ക് പറ്റുമ്പോഴൊക്കെ
എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ പോയി കാണും. അപ്പോൾ ഇനി ഇവിടുന്ന് എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എത്തുന്നിരിക്കണം. അപ്പോൾ തിങ്ക് ടു ലേറ്റ്. നമ്മൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കാൻ പോകാൻ വിചാരിച്ചു. ഇതെനിക്ക് അല്ലെങ്കിലും ഒരു രസമുള്ള പരിപാടിയാവാം. ആൾക്കാരൊന്നും ഇരുന്നിട്ട് ആൾക്കാർ ലൂയിട്ടോൺ, പിന്നെ പ്രാഡ, അപ്പോഴത്തെ മോബ്ല, പിന്നെ വേറെ ഏതാണ്ടൊക്കെയോ കുറേ ബ്രാൻഡ്സൊക്കെ ഉള്ള ഒരു ഷോപ്പാണ്. ഷോപ്പല്ല, ഒരു സ്ഥലമാണ്. ഓൾഡ് ടൗൺ ആണ്. പക്ഷെ ഇത് ബ്യൂട്ടിഫുള്ളി എനിക്ക് അത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പഴയ ബിൽഡിങ്സ് അതൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. മേ ബി ചിലപ്പോൾ അതെ, ഓഫ് കോഴ്സ് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. മിക്ക ബിൽഡിങ്ങിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് 1400s എന്നൊക്കെ. ഇത്രയും വലിയ ബിൽഡിങ്സൊക്കെ 15th സെഞ്ച്വറിയിലേ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇതാണ് സാൽസ്ബർഗിൻ്റെ കാസിൽ, ആ മോളിൽ കാണുന്നത്. അവിടുന്ന് കണ്ടോ ഒരു ട്രെയിൻ ലൈൻ കണ്ടോ? പണ്ട് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ആ ട്രെയിൻ ലൈൻ വെച്ചിട്ടായിരുന്നു. മൊത്തം ഒരു 17 മിനിറ്റിൻ്റെ വോക്കേ ഉണ്ടായിരുന്നു. അത്ര പോലും ഇല്ലെന്ന് തോന്നുന്നേ. ഞാനിപ്പോൾ നടക്കാൻ പോയിട്ട് 1.25 മണിക്കൂറായി. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എനിക്കൊന്നും നടക്കാൻ പറ്റുന്നില്ല. എല്ലാം കണ്ട് അങ്ങ് നിൽക്കുകയാണ്. ഉണ്ടോ അതിൻ്റെ മുകളിലോട്ട്, കാസലിൻ്റെ മുകളിലോട്ട് ഒരു ഇത് പോകുന്നത് കണ്ടോ, ട്രെയിനിൻ്റെ. ഓ മൈ ഗോഡ്, എനിക്കിനി ഇവിടെ വേറെ ഒന്നും കാണണ്ട. എനിക്കിങ്ങനെ മതിയായി കണ്ട്. എനിക്ക് ഇതിൽ കൂടുതൽ കണ്ട് മതിയായി എന്നല്ല, ഇനി ഇവിടെ ആൾക്കാരും തിരക്കും ഒക്കെ വന്നു കഴിഞ്ഞ് ഇനി എനിക്ക് ഈ സ്ഥലം ഇങ്ങനെ കണ്ട് എനിക്കിങ്ങനെ തന്നെ കണ്ടാൽ മതി എന്നുള്ള രീതിയാണ്. നമ്മൾ ആ കാസലിൻ്റെ നേരെ താഴെയാണ് ഈ ആബി എന്നാണ് കേട്ടിരിക്കുന്നില്ല, വായിച്ചത്. അപ്പോൾ അതിന് നേരെ ഫൂട്ടിലാണെന്നാണ്. അപ്പോൾ ഇപ്പോൾ ഒരു അപ്പ് ഹില്ലാണേ, ഇച്ചിരി കയറ്റമുണ്ട്. ഇതൊക്കെ 15th സെഞ്ച്വറിയിലാണ് ഉണ്ടാക്കിയത്. രാവിലെ തൊട്ട് ഇവിടെ ഞാൻ രാവിലെ 4:30 എണീറ്റു എന്ന് പറഞ്ഞില്ലേ, ഈ കിളികളുടെ ഒച്ച കേട്ടിട്ട് ഞാൻ എണീറ്റത്. ഈ കിളി അങ്ങനെ ഒരിക്കലും ഞാൻ എണീക്കുന്നില്ല. പക്ഷെ ഇത് അങ്ങനത്തെ ഒച്ചയാണ്, നല്ല രസമാണ്. വാ, ഇനി ഞാൻ ഇവിടെ നിന്ന് പോവും. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കാണുന്നത് ഭംഗിയാണത്. അങ്ങനെ നമ്മുടെ ബെനഡിക്റ്റൻ സിസ്റ്റേഴ്സുള്ള നൺബർഗ് കോൺവെൻറ്റിൽ എത്തിയിട്ടുണ്ട്. നണറി ഈ സ്റ്റേസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിലെത്താം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. കുറേ കാറൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ കുർബാന എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. രാവിലെ കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ പിന്നെ പയ്യെ വീഡിയോ എടുത്ത് വരുന്നുണ്ട്. അവരെങ്ങോട്ടാണ് പോയെന്നുണ്ട്. അങ്ങോട്ട് രണ്ടുപേരും ഇങ്ങോട്ടാണ്. ഹായ് ചേട്ടാ, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു.
നമ്മൾ നൻബർഗ് ഹാബിയിൽ നമുക്ക് വരാൻ പറ്റി. അവിടെ ഓൾറെഡി കുർബാന നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം പുറത്ത് നിന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് കേൾക്കാത്ത ചാൻഡിങ്. സാധാരണ നമ്മൾ ഇതിൻ്റെ അകത്തൂടെ പുറത്തിറങ്ങുകയാണേ, വന്ന വഴി തന്നെ. അല്ല, വന്ന വഴിയല്ല, ഇതിലെ കയറി പിന്നെ ഞാൻ ഒന്നിറങ്ങി, പിന്നെ അപ്പുറത്ത് പോയി, പിന്നെ അതിലെ കൂടെയാണ് കയറിയത്. ഞാൻ പറഞ്ഞു എനിക്കിതിങ്ങനെ എങ്ങനെ ഇതിനകത്ത് കയറേണ്ടതെന്ന് മനസ്സിലാകുന്നു. കാരണം ഡോർസ് എല്ലാം ക്ലോസ്ഡ് ആയ പോലെയാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞാൽ ആൾക്കാർ, ഞാൻ കുറേ നേരം പുറത്ത് നിന്നപ്പോൾ ഒരു അങ്കിളും ആൻറ്റി അവിടെ പുറത്ത് നിൽക്കുന്നു. ഞാൻ അവരോട് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് അവർ ചുമ്മാ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു പുറത്ത് കേൾക്കുമായിരിക്കും, അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ലേഡി അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോഴെനിക്ക് മെസ്സേജ്, വലിയൊരു ഡോറ്. ആ ഡോറ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റുന്ന ഡോറാന്നേ പറയില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും വലിയൊരു ഡോറും ഭയങ്കര, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊരു ലൈക്ക് 14th സെഞ്ചുറിയുടെ ഡോറാണ്. അപ്പോൾ ആ പുള്ളി അത് ഡോറ് തുറന്നും കയറിപ്പോയി. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, ആ ഡോറ് തുറക്കില്ല. കാരണം അങ്ങനത്തെ കുറച്ച് അയ്യോ ഇവിടെ മഴ പെയ്ത് തുടങ്ങി കേട്ടോ. അപ്പം പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം, ഹോട്ടലിലെത്തണം. അയ്യോ എൻ്റെ ഡിവൈസ് നനയുന്നതിന് മുന്നേ എത്തണം. എന്നിട്ട് കയറി നോക്കിയപ്പോൾ ഡോറിന് ഭയങ്കര, പുള്ളിക്കരി അകത്ത് കയറി. ഞാൻ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല, അത്രയും കനം. തുറന്നപ്പോൾ പുള്ളി ഇരുട്ട്. എൻ്റെ പോയി എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ നോക്കുമ്പോൾ അവിടെ ഒരു കരണ്ട വിളിച്ചു. പിന്നെ കണ്ണൊന്ന് അഡ്ജസ്റ്റ് ആയി വന്നപ്പോഴാണ് അതാണ് ചാപ്പൽ. അപ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ കുർബാനയാണ് അവിടെ നടക്കുന്നത്. നമുക്കത് കാണത്തില്ല, അത് ഉള്ളിലാണ് നടക്കുന്നത്. അപ്പം നമുക്കത് കേൾക്കാം. അപ്പം അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാനും അവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഫുള്ള് കുർബാന കേൾക്കാൻ വേണ്ടി നിന്നില്ല, പക്ഷെ അവരുടെ ചാൻറ്റിങ് ഒക്കെ കേട്ടു. സോ ബ്യൂട്ടിഫുൾ. നമ്മളെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നൊക്കെ പറയില്ലേ, രാവിലെ നടന്ന് വന്ന് ഇത്രയും പഴക്കമുള്ള ഒരു ചാപ്പലിൽ നമ്മൾ കയറി അവരുടെ കൂടെ 10-15 മിനിറ്റെങ്കിൽ 10-15 മിനിറ്റ് നിന്ന്. ഒരിക്കലും ലൈക്ക് ഇനി ഒരിക്കലും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര അത് ലൈക്ക് അവരുടെ ഇപ്പോൾ കുർബാനയുടെ ഏത് ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവർ ലാംഗ്വേജ് ജർമ്മനിലാണ് പറയുന്നത്. അപ്പം അത് ഏത് ഭാഷയാണ്, അല്ല ഏത് കുർബാനയുടെ ഏത് ഫേസ് എത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ സോ ഡിവൈൻ. വേറൊരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഇത്രയും പഴക്കമുള്ളത് ഈ കോൺവെന്റ് എപ്പോഴാണ് ഉണ്ടാക്കിയെന്നറിയോ? ഞാൻ വായിച്ചപ്പോൾ 711 to 714 എന്ന ഇയറിൽ. അപ്പം ഇങ്ങനെ ഏത് സെഞ്ചുറിയാന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് മറ്റേ നമ്മൾ ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്നതിലും ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഇത് രാവിലെ ഉണ്ട്, നമുക്ക് നൺസിൻ്റെ ചാൻറ്റിങ് കേൾക്കാമെന്ന്. ഓക്കെ, ഐ എം ഇൻ ഫോർ ഇറ്റ്. എനി ഡേ എനി ടൈം. അടിപൊളിയാണ്, രക്ഷയില്ല. വേറെ തന്നെ ഒരു വേൾഡിൽ പോയിട്ട് തിരിച്ചു വന്ന പോലെ, ടൈം ട്രാവലൊക്കെ ചെയ്തു വന്ന പോലെ ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ ടുഡേയ്സ് സാൽസ്ബർഗ്. അപ്പോൾ ഇതിലെ കൂടെയാണ് സൗണ്ട് ഓഫ് മ്യൂസിക്കിലെ പുള്ളിക്കാരി. എല്ലായിടത്തും പള്ളിമണി. ഇതിലെ കൂടെയാണ് സാൽസ്ബർഗിലെ പുള്ളിക്കാരി മരിയ തുള്ളിച്ചാടി സാൽസ്ബർഗിലോട്ട് പോയത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഡൗൺ ഹിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തിരിച്ച് ഹോട്ടലിൽ ചെല്ലാം. അശ്വിന് 7 മണിക്ക് എത്താനാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നെ 7:25. അശ്വിൻ എനിക്ക് റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്ക് ഡ്രസ്സ് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പോൾ നമ്മൾ ഡൗൺ ഹില്ലിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നമ്മളിനി നോക്കി പിന്നെയും നല്ല നല്ല വഴികൾ. നമ്മൾ ഈ വഴിയെ കയറി വന്നത്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ ചെല്ലുന്നു. അശ്വിൻ റെഡി ആയിട്ടുണ്ടാവും. എനിക്ക് ഇനി ഡ്രസ്സ് മാത്രം ഇട്ടാൽ മതി. പിന്നെ ജസ്റ്റ് സാൽസ്ബർഗിൽ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണും. ഞാനിപ്പോൾ തന്നെ ഓൾറെഡി എനിക്കെല്ലാം കണ്ടു. ഞാൻ മതി, എനിക്കിത്ര മതി. എനിക്ക് ഇതിൽ കൂടുതലൊന്നും ഇനി കാണട്ടെ. ഐ ആം സോ ഹാപ്പി. പിന്നെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് കാർ എടുത്തിട്ട് നേരെ നമ്മൾ പോകുന്നത് ഓസ്ട്രിയയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ആയ ആൽബാക്കിലോട്ടാണ്. അപ്പം തിരിച്ചു നടന്ന് നമ്മുടെ ആ ടണലില്ലേ, ടണലിൽ നടന്ന ഇനിയിപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് 2 മിനിറ്റിനെത്തുവേ. അപ്പോൾ അശ്വിനെ വിളിച്ചു. അശ്വിൻ ഫോൺ എടുത്തു. ഞാൻ വിളിച്ചു ഉറങ്ങുകയാണ്. എടുത്തു. കുളിക്കാൻ പോകുന്നേ ഉള്ളൂ, കുളിക്കാൻ കയറുക. അപ്പോൾ കീ കാർഡ് എടുത്തിട്ടില്ലേന്ന് ചോദിച്ചു. എടുത്തല്ലോ, കുളിക്കാൻ കയറിക്കോളൂ, എൻ്റെ കയ്യിൽ കാർഡുണ്ട്, പക്ഷെ ഞാൻ തന്നെ ടാപ്പ് ചെയ്ത് അകത്ത് വന്നോളാം. അപ്പോൾ അശ്വിൻ പറഞ്ഞു, അപ്പോൾ 2 കാർഡുണ്ടെന്ന് തോന്നി, ഇവിടെ ഒരു കാർഡ് ഇരിപ്പുണ്ടെന്ന് തോന്നി. ആണോ, ഓ വെരി ഗുഡ്. എന്നിട്ട് ഞാൻ എൻ്റെ കാർഡ് നോക്കിയപ്പോൾ
കീ കാർഡിൻ്റെ കൂടെ എന്തോ ഒരു നമ്മുടെ റൂം നമ്പർ എഴുതിയിട്ടൊരു കാർഡ്, വെറുതെ സാധാ ഒരു കാർഡ് തന്നിട്ടുണ്ട്. അതാണ് ഞാൻ എടുക്കുന്നത്. രാത്രി അല്ല രാവിലെ അശ്വിൻ ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇടാണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് എൻ്റെ പോക്കറ്റിലിട്ടപ്പോൾ കാർഡല്ല എടുത്തത്, കാർഡിൻ്റെ കവറാണ് എടുത്തത്. ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ കുളിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഇതിലെ കൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കാം. ഇതാ നമ്മുടെ ഹോട്ടൽ എത്തി, പക്ഷെ കയറാൻ പറ്റില്ല. വേണമെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, വേണമെങ്കിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പക്ഷെ കുഴപ്പമില്ല, അച്ഛനും കൂടെ വന്നിട്ട് കഴിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ട് അറിയില്ല. ചെല്ലുക, എനിക്ക് ഡ്രസ്സ് മാറണം, സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനൊന്നുമില്ല, ഒന്നും അങ്ങനെ പുറത്തോട്ടൊന്നും എടുത്തില്ല ഇന്നലെ. പിന്നെ എന്താ ചെയ്യേണ്ടത് ഇനി? പിന്നൊന്നുമില്ല, ഈ ഡിവൈസ് എനിക്കൊന്ന് ചാർജ് ചെയ്താൽ അപ്പോൾ അത് ഇനിയിപ്പോൾ നമുക്ക് ചുമ്മാ ഇരുന്ന് നടക്കാം. നമുക്ക് ഹോട്ടലിൻ്റെ ഈ സൈഡിൽ കൂടെ ചുമ്മാ അങ്ങോട്ട് നോക്കാം. എനിക്ക് തോന്നി ഇപ്പം തന്നെ എത്രയുണ്ട് സ്റ്റെപ്സ് എത്രയെന്ന് അറിയോ? രാവിലെ തന്നെ 3000 സ്റ്റെപ്സായി. അപ്പം കയറി താഴെ ഇറങ്ങി. അപ്പം എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? പ്രത്യേകിച്ച് കൊച്ച്, ആരുടെ കൊച്ച്? അപ്പോൾ എനിക്ക് തോന്നുന്നതല്ല, ഒരു മേജർ ഡിഫറൻസ് എനിക്ക് യൂറോപ്പും ഓസ്ട്രേലിയയും തമ്മിലുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കഴിഞ്ഞ വട്ടം വന്നപ്പോഴും ഞങ്ങൾക്ക് അത് നന്നായി ഫീൽ ചെയ്തു. അത് അങ്ങനെയാണ് ഫീൽ ചെയ്തതല്ല, ദാറ്റ് ഇസ് എ ഫാക്ട്. യൂറോപ്പ് പയ്യെ എണീക്കുള്ളൂ, പക്ഷെ ലേറ്റ് നൈറ്റ് ഉണ്ട്. എത്ര ഇപ്പൊ ഈ സാൽസ്ബർഗ് ആണെങ്കിലും ഇന്നലെയൊക്കെ രാത്രി 10 മണിക്കും 11 മണിക്കും ഒക്കെ ഫുൾ ആൾക്കാരായിരുന്നു. ഫുൾ ആൾക്കാരല്ല, ഇച്ചിരി ടൂറിസ്റ്റുകൾ പോയി കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ആയിരുന്നു. ഇവിടുത്തെ ലോക്കൽസോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ടൂറിസ്റ്റ് ആയിട്ട് സ്റ്റേ ചെയ്യുന്നു നമ്മളെ പോലെ ഉള്ള ആൾക്കാരൊക്കെ കൂടുതലും നൈറ്റ് ഇറങ്ങി നടക്കുന്നുണ്ട്. അല്ലാണ്ട് ലോക്കൽസ് ആണെങ്കിലും പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിന്ന് കഴിഞ്ഞ വട്ടം പാരീസിൽ പോയപ്പോഴും ഒക്കെ നമുക്ക് ഇത് തന്നെ തോന്നിയത്. രാവിലെ ഒരു കാപ്പി കിട്ടണമെങ്കിൽ 10 മണിയാവും ഒരു കാഫേ തുറക്കാനായിട്ട്. 10 മണിയാകുമ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് നോക്കുമ്പോൾ കാഫേയുടെ ചെയറൊക്കെ ഇങ്ങനെ പയ്യെ അതിലിങ്ങനെ വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് കൊണ്ട് ഇടുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെയൊക്കെ നോക്കി ഇപ്പൊ സമയം 7:30 കഴിഞ്ഞു. 8 മണിയാവും 10 മിനിറ്റേ ഉള്ളേ. എനിക്ക് വളരെ കുറച്ച് പേരൊക്കെ ഉള്ളൂ, ജോലിക്ക് പോകുന്ന വളരെ കുറച്ച് പേര്, അങ്ങനെ ഇച്ചിരി പേരൊക്കെ ഉള്ളൂ കേട്ടോ ആക്റ്റീവായിട്ട് നടക്കുന്നത്. പിന്നെ കാഫേയോ റെസ്റ്റോറൻറ്റോ ഒന്നുമില്ല, ലൈക്ക് എല്ലാം ക്ലോസ്ഡ്. മറ്റേ റീറ്റെയിൽ ഷോപ്പ് ഓക്കെ, ഒരു ഡ്രസ്സിന്റെ ഷോപ്പ് ഓക്കെ, 9 മണിക്ക് തുടങ്ങിയാൽ മതി. പക്ഷെ കാഫേസ് ഓസ്ട്രേലിയയിലാണെങ്കിൽ രാവിലെ 6 മണിക്ക് തുറക്കും, പക്ഷെ 2-3 മണിയാകുമ്പോഴത്തേനും അടയ്ക്കും. കാഫേസിന്റെ കാര്യം കേട്ടോ പറയുന്നത്. റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും 9 മണി വരെയൊക്കെ ഉണ്ടാവും, എന്നാലും ഒരുപാടുണ്ടാവില്ല. ചില റെസ്റ്റോറൻറ്റ്സേ ഉള്ളൂ ലേറ്റ് നൈറ്റ് ഉള്ളത്. അപ്പൊ അതങ്ങനെ. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഈ വഴി പോവാം, നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇന്ന ഒരു ലക്ഷ്യം വെച്ച് പോകാത്തതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ, നടക്കാമല്ലോ. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴേ കാഫേ തുറക്കുള്ളൂ, പക്ഷെ രാത്രി 10 മണി വരെ ഉണ്ടാവും. 10 മണിയോ അതിൽ കൂടുതലും ഉണ്ടാവും. ഓസ്ട്രേലിയയിൽ നേരെ തിരിച്ച് രാവിലെ 6 മണിയാകുമ്പോഴത്തേനും കാഫേസ് തുറക്കും, 3 മണിയാകുമ്പോഴത്തേനും കാഫേസ് അടയ്ക്കും, റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും അങ്ങനെ. പിന്നെ പൊതുവെ ആണെങ്കിലും കാഫേസ് മാത്രമല്ല, ഓക്കെ ഇവിടെ ഒരു പൂച്ച അവൻ പുറത്തിരിക്കുകയാണ്. ഹലോ നോക്ക്, കണ്ടോ പൂച്ച? പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒന്നും ആൾക്കാരെ കാണാനില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതേ ഇപ്പൊ ഞാൻ ഓൾഡ് ടൗണിൽ പോയിട്ട് വന്നത്, അവിടെ മൊത്തം കടകളും റെസ്റ്റോറൻറ്റ്സും ഒക്കെ അല്ലേ, അവിടെ ഒന്നും ആളേ ഇല്ല. ഇങ്ങനെ വല്ലപ്പോഴും അങ്ങോട്ട് പോകുന്ന കുറച്ച് പേര് ഈ സമയത്ത് കേട്ടോ. ഇപ്പൊ 8 മണിയായി എന്നിട്ടും. ഞാൻ 6 മണിക്ക് പോയപ്പോൾ ഞാൻ വിളിച്ചു നോക്കി, ഇത് 6 മണിയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇവര് കുറച്ച് ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർ, ലേറ്റ് ആയിട്ട് റാപ്പപ്പ് ചെയ്യുന്നവരുവാ. അതാണ് എൻ്റെ ഒരു മേജർ ഡിഫറൻസ് എനിക്ക് തോന്നിയത്. നോക്കി, മലയുടെ നേരെ താഴെയല്ലേ ഈ കിളികളുടെ ഒച്ച കേട്ടോ. ഈ കിളികളുടെ ഒച്ച കേട്ടിട്ടാണ് ഞാൻ രാവിലെ എണീറ്റത്. ഇപ്പൊ പോലും ഇത്രയും കിളികളും ഒക്കെ ഉണ്ടെങ്കിൽ പണ്ട് എന്തായിരിക്കില്ലേ? മനുഷ്യന്മാർ വർത്താനം പറയുന്ന പോലും കേൾക്കത്തില്ലല്ലോ. എന്തൊരു ചിലയാടോ. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. സോ സ്വീറ്റ്. വേറെ തന്നെ ഒരു വേൾഡ്. ഇവിടുത്തെ വെള്ളത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ. മലയെന്നുള്ള വെള്ളമല്ലേ, ഓസ്ട്രേലിയ വെള്ളമാണ് പോലും വൺ ഓഫ് ദ ബെസ്റ്റ് വെള്ളം ടു ഹാവ് ഇൻ ദ ഹോൾ വേൾഡ്. നോക്കി നടന്നു വന്നപ്പോഴേ
ഒരു നല്ലൊരു പ്രത്യേകതരം ഒരു ബിൽഡിംഗ്. നോക്കി അതിൻ്റെ മുകളിലെ ജനലുകൾ, പിന്നെ ഓവൽ ഷേപ്പിലുള്ള ജനലുകളൊക്കെ. ജോഹാൻ വോൾഫ് സ്ട്രീറ്റ് 6 നമ്പർ 6. ബ്യൂട്ടിഫുൾ. ഒരു പ്രത്യേകതരം ആർക്കിടെക്ചർ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ സാൽസ്ബർഗിൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഇത് പണ്ട് സോൾട്ട് മൈൻ ആയിരുന്നു. ഇവിടെ നിന്നായിരുന്നു ഫുൾ സോൾട്ടിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ ഫുൾ യൂറോപ്പിലേക്കുള്ള സോൾട്ട് ഇവിടെ നിന്നായിരുന്നു കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ അതാണ് ഈ പേരും. സാൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട് എന്നാണ് ഇവരുടെ ഭാഷയത്. പിന്നെ ബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോർട്രസ് ആണ് ഇവരുടെ ഇത്, അല്ലെങ്കിൽ ഫോർട്ട്. അതാണ് ഈ സാൽസ്ബർഗ്. അപ്പം ഇതും മ്യൂണിക്കുമായിട്ടൊരു ബന്ധമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂണിക്ക് പണ്ട് ഇവിടുന്ന് ഈ സോൾട്ട് എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവരാണല്ലോ എല്ലായിടത്തേക്കും സോൾട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നേരം മ്യൂണിക്കിൽ മോങ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. മൊണാസ്ട്രീസും അവിടുത്തെ മോങ്സ് ആയിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ബ്രിഡ്ജ് ഉണ്ടാക്കി. 1100s ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി. എന്നിട്ട് അതിന് പേരിട്ടത് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിൽ എന്തോ ഡാൻ ബിയൻ മഞ്ചൻ എന്നുണ്ട്. എക്സാക്ട് അറിയില്ല, ഞാൻ ഇവിടെ താഴെ എഴുതി കാണിച്ചേക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫ്രം ദ മോങ്സ് എന്നാണ്. അപ്പോൾ ആ മോങ്സ് ഉണ്ടാക്കിയ ബ്രിഡ്ജ് എന്നിട്ട് അവസാനം ഇവർ അപ്പോൾ മോങ്സ് ആണല്ലോ ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ബ്രിഡ്ജിൽ കൂടെ എന്നിട്ട് സോൾട്ട് മ്യൂണിക്കിലോട്ട് എത്തുമ്പോഴേക്ക് ആ ബ്രിഡ്ജിൽ കൂടെ അല്ലേ വരുന്നത്. അപ്പോൾ അവർ അതിന് ടാക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ മ്യൂണിക്ക് പിന്നെ ഡെവലപ്പായി കുറച്ചും കൂടെ ഒരു ട്രേഡ് ഹബ്ബായി മാറി. അതാണ് മ്യൂണിക്കും സാൽസ്ബർഗും മോങ്സും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ മോങ്സ് കൂടുതലുണ്ടായിരുന്നത് മ്യൂണിക്കിലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ചുമ്മാ നടന്നേ. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ സാൽസ്ബർഗിലെ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടെയാണ് നമ്മൾ ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഭംഗിയാണ്. ഇതൊക്കെ വീടാണോ അതോ കാസിലാണോ എന്ന് തന്നെ സംശയമാണ്. ഭംഗിയാണ് കാണാനായിട്ട്. പഴക്കമുള്ള ബിൽഡിങ്സ് ആയിരിക്കും ഇതൊക്കെ. ഇതൊക്കെ വീടുകളാണേ. ഇതൊരു ഹൈറ്റിലുണ്ടാക്കിയിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? പള്ളിമണി കേൾക്കുന്നുണ്ടോ? പള്ളിമണിയും ഒരു എന്തിൻ്റെ ഒരു ശ്രുതിപ്പെട്ടിയും പോലെ, ശ്രുതിപ്പെട്ടിയല്ല, ഒരു ചാൻറ്റിങ് പോലെ ഇങ്ങനെ എന്തോ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേൾക്കുന്നുണ്ട്. ഇപ്പം നിന്നെ നേരത്തെ കേൾക്കുന്നുണ്ട്. ഇത് ആ വീട് ഒരു മഞ്ഞ വെള്ള ഒക്കെയാണ് കളേഴ്സ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നമ്മളിവിടെ നിർത്തുകയാണ്. രാവിലെ ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ് വാക്കും പിന്നെ ഓൾഡേഴ്സ് ആബിയും ഒക്കെ കണ്ടതിൻ്റെ എക്സ്പീരിയൻസിൽ ഈ വ്ളോഗ് ഇവിടെ നിർത്തുന്നു. അടുത്ത വ്ളോഗ് നമ്മൾ സാൽസ്ബർഗിൽ നിന്ന് ഒരു റെൻ്റ് കാർ എടുത്ത് റോഡ് ട്രിപ്പിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം അടുത്ത വ്ളോഗിൽ കാണാം. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരിയെന്ന് അടുത്ത വീഡിയോ കാണാം. ബൈ.